പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് MJFനെ AEW ഒഴിവാക്കിയതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ നിലവിലെ AEW വേൾഡ് ടൈറ്റിൽ ഡിസൈനിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതിനെ സംബന്ധിച്ചും അവസാനമായി നോക്കുന്നത് ടോപ്പ് സൂപ്പർ സ്റ്റാറായ റോമൻ റീൻസ് എന്തുകൊണ്ടാണ് ടോപ്പ് സൂപ്പർ സ്റ്റാറായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കുന്നത് മുൻ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ MJFനെ AEW റോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയതിനെ സംബന്ധിച്ചാണ്. ഇന്നലെ നടന്ന AEWൻ്റെ വേൾഡ്സ് എൻഡ് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൻ്റെ മെയിൻ ഇവൻറ്റിൽ സംഭവ ജോയ്ക്കെതിരെയാണ് MJF ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ സബ്മിഷനിലൂടെ MJF പരാജയപ്പെടുന്നതും സംഭവ ജോ പുതിയ ചാമ്പ്യൻ ആകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം MJFനെ ആദം കോളിൻ്റെ മാസ്ക് ഇട്ട ദി ഡെവിൽ എന്ന് പറയുന്ന ക്യാരക്ടർ ആദം കോളാണ് ചെയ്യുന്നത് എന്നുള്ളതും മാസ്ക് ഇട്ട റെസ്ലേഴ്സ് ആദം കോളിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും MJF മനസ്സിലാക്കുന്നു. അവർ MJFനെ ബ്രൂട്ടലായി ആക്രമിക്കുന്നു. അതിനുശേഷം MJFനെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചൊരു അപ്ഡേറ്റ്, കുറച്ച് ഇഞ്ചുറികൾ MJFനുണ്ട്. അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് AEWയിൽ നിന്ന് MJF മാറി നിൽക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ ഇന്ന് പുറത്തേക്ക് വന്ന മറ്റൊരു പുതിയൊരു അപ്ഡേറ്റ് MJFനെ AEW റോസ്റ്ററിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. അതായത് നിലവിൽ AEW റോസ്റ്ററിൻ്റെ പേജ് അവരുടെ വെബ്സൈറ്റിൽ എടുത്തു നോക്കിയാൽ അതിൽ MJFൻ്റെ പേര് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. AEWയുമായി കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച ആൻഡ്രാഡയുടെ പേരും ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രാഡെ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചത് കൊണ്ടാണ് ആ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അപ്പോൾ MJFും AEWയുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചു എന്നുള്ളൊരു രീതിയിലാണ് നിലവിൽ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അപ്പോൾ AEW ആരാധകർ പറയുന്നത് അതൊരു സ്റ്റോറി ലൈൻ പ്രകാരമാണ് MJFനെ മാറ്റി നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ്. എന്നാൽ പുറത്തേക്ക് വരുന്ന മറ്റ് അപ്ഡേറ്റുകളിൽ MJF ചിലപ്പോൾ AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കാതെ അതേ മറ്റ് ഓപ്ഷനുകൾ ഇപ്പോൾ തിരയുന്നുണ്ടായിരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ്. അതായത് മുൻപ് 2024 തുടക്കത്തിൽ തൻ്റെ AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുമെന്നും താൻ WWEയിലേക്ക് ചുവട് മാറ്റുമെന്നുള്ളതും MJF പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോയൽ റംബിളിൽ MJF ചിലപ്പോൾ ഒരു സർപ്രൈസ് എൻട്രി പോലെ വരാനും സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിൽ സോഷ്യൽ മീഡിയയിൽ കുറേ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ നിലവിൽ AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് MJF അവസാനിപ്പിച്ചിട്ടില്ല. AEWയുമായി മിക്കവാറും MJF ഒരു മൾട്ടി ഇയർ ഡീലൊക്കെ സൈൻ ചെയ്ത് കോൺട്രാക്റ്റ് പുതുക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ AEWയിൽ നിന്ന് MJF WWEയിലേക്ക് കൂടുമാറി വരുന്നത് 2024 എന്തായാലും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ റോയൽ റംബിളിൽ MJFൻ്റെ ഒരു ഡെബ്യൂ WWEന് വേണ്ടിയും നടക്കാൻ പോകുന്നില്ല. ഈ ഇഞ്ചുറികളെല്ലാം മാറി കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനോട് കൂടി AEWൻ്റെ ഡൈനാമിക് വീക്ക്ലി എപ്പിസോഡിലൂടെ MJFൻ്റെ ഒരു കിടിലൻ റിട്ടേണും AEWന് വേണ്ടി തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് AEWൻ്റെ വേൾഡ് ടൈറ്റിൽ ഡിസൈനിനെ സംബന്ധിച്ചാണ്. ഇന്നലെ കഴിഞ്ഞ വേൾഡ്സ് എൻഡ് 2023 എന്ന പേപ്പറിൽ പുതിയ വേൾഡ് ചാമ്പ്യനായ സംഭവ ജോ മീഡിയ സ്ക്രമിൽ വന്നിട്ട് പറഞ്ഞത് അദ്ദേഹം ഡിസൈനിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റ് അപ്ഡേറ്റുകളിലും ഇതേ വാർത്ത തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. AEW കുറച്ച് മാറ്റങ്ങൾ ഇപ്പോഴുള്ള നിലവിലെ വേൾഡ് ടൈറ്റിൽ ഡിസൈനിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതും അത് സംഭവ ജോ തന്നെ മിക്കവാറും അടുത്ത് അത് റിവീൽ ചെയ്യുമെന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു ഡിസൈനിലേക്ക് പുതിയൊരു വേൾഡ് ടൈറ്റിൽ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൂന്നാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റീൻസ് എന്തുകൊണ്ടും ഇപ്പോഴും ഒരു മെഗാ താരമായി ആരാധകർ കാണുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. 2023 റോ എപ്പിസോഡുകളിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ലഭിച്ച റോ എപ്പിസോഡ് റോമൻ റീൻസിൻ്റെ ട്രൈബൽ കോട്ട് എന്ന് പറയുന്ന സെഗ്മെൻ്റ് ആണെന്നാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. 2.76 മില്യൺ വ്യൂവർഷിപ്പിലധികം ലഭിച്ചു എന്നാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്. അപ്പോൾ റോ എപ്പിസോഡിൽ ഇത്രയും വലിയൊരു വ്യൂവർഷിപ്പ് ലഭിച്ച മറ്റൊരു സെഗ്മെൻറ്റ് ഈ ഒരു വർഷം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓൾറെഡി സ്മാക്ഡൗണിൽ റോമൻ റീൻസ് വരുമ്പോൾ നല്ലതുപോലെ വ്യൂവർഷിപ്പ് ഉയരാറുണ്ട്. കൂടാതെ റോമൻ റീൻസ് ആ ഒരു ട്രൈബൽ കോട്ട് സെഗ്മെൻറ്റുമായി റോയുടെ 30ാമത്തെ വാർഷികം ആഘോഷിക്കപ്പെടുന്ന റോ എപ്പിസോഡിലേക്ക് വരുമ്പോൾ അത് വലിയൊരു വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയതിൽ റോമൻ റീൻസിൻ്റെ പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈൻ തന്നെയാണ് മുഖ്യ ആകർഷണമായിട്ട് നിന്നത്. പക്ഷേ റോമൻ റീൻസിന് പകരം മറ്റ് ആരെങ്കിലും ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു വ്യൂവർഷിപ്പ് ലഭിക്കുമോ എന്നുള്ളതും സംശയമാണ്. എന്തായാലും റോമൻ റീൻസ് 2023 റോ എപ്പിസോഡിൽ ഏറ്റവും വലിയൊരു വ്യൂവർഷിപ്പ് ലഭിച്ച സെഗ്മെൻറ്റിന് പിറകിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആരാധകരെ സംബന്ധിച്ച് സന്തോഷമുള്ള ഒരു കാര്യമാണ്. സ്മാക്ഡൗണിൽ മാത്രമല്ല റോയിലും റോമൻ റീൻസിൻ്റെ കൈകൾ വ്യൂവർഷിപ്പ് ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് ആരാധകർക്ക് ഇനി സന്തോഷത്തോട് കൂടിയിട്ട്
ആയിട്ട് പറയാം. റോമൻ റീൻസ് ഇനി ഒരു മെഗാ മാച്ച് കളിക്കാൻ പോകുന്നത് റോയൽ റംബിളിലാണ്. റോയൽ റംബിളിൽ ഒന്നെങ്കിൽ റാൻഡി ഓർട്ടൺ അല്ലെങ്കിൽ AJ സ്റ്റൈൽസ്, അതുമല്ലെങ്കിൽ LA Knight, ഇവരിൽ ഒരാളെ റോമൻ റീൻസ് നേരിടും. എന്തായാലും ഈ ആഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോയൽ റംബിളിലെ റോമൻ റീൻസിൻ്റെ പുതിയ എതിരാളിയെയും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.